വാച്ചിങ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഉണക്കച്ചെമ്മീൻ വറുത്താലോ? അപ്പോൾ ഉണക്കച്ചെമ്മീൻ വറുക്കണത് ഞാനല്ല കേട്ടോ, അത് ഞാൻ വറക്കും ഉണക്കച്ചെമ്മീൻ. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണ റെസിപ്പി എൻ്റെതല്ല കേട്ടോ, എൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ അമ്മൂമ്മനെ ഞാനൊന്ന് വിളിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ എൻ്റെ അമ്മൂമ്മ. അപ്പോൾ നമുക്ക് അമ്മൂമ്മനോട് ചോദിക്കാം അല്ലേ. അമ്മൂമ്മ ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പി അമ്മൂമ്മക്ക് ആരാ പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കൊന്ന് അമ്മൂമ്മനോട് ചോദിക്കാം അല്ലേ. അപ്പോൾ അമ്മൂമ്മ എങ്ങനെയാണ്? അത് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്, കാണിച്ചു തന്നത്. അത് ഞാനിപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ചെമ്മീത്തിൻ്റെ തലയും പാലും വയറും ഒക്കെ കിള്ളിക്കളഞ്ഞ് അത് ചീഞ്ചട്ടിക്കകത്ത് വറക്കാം. അല്ല, വറക്കണത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ അമ്മൂമ്മ പറഞ്ഞില്ലേ, പണ്ട് അമ്മൂമ്മയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ ഉണക്ക ചെമ്മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറ് തിന്നും, കഞ്ഞി കുടിക്കും, ഇതെല്ലാം ചെയ്യും. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെയായിരുന്നു അല്ലേ കഴിച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അമ്മൂമ്മ കാണിച്ചു തരും കേട്ടോ എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത്. അമ്മൂമ്മ നമുക്കിപ്പോൾ കാണിച്ചു. ചൂടായിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും ചൂടായോന്ന്? അറിയാം. ഇങ്ങനെ കരിമുരാന്ന് നമ്മള് അത് മൂത്ത് വരുമ്പോ നല്ല ചുമപ്പ് വരും. ചെമ്മീൻ നല്ല ചുമന്ന കളറാവും അല്ലേ? ഇപ്പൊ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അമ്മൂമ്മ? ചെമ്മീൻ വറുത്ത നല്ല വാസന വന്നു തുടങ്ങിയിട്ടുണ്ട്. ആയോ? ആയിട്ടില്ല അല്ലേ? ആയിക്കഴിയുമ്പോ കരിമുരാന്ന് ഇരിക്കും അല്ലേ? അപ്പോൾ തീ ഇപ്പം അമ്മൂമ്മ നന്നായിട്ട് കൂട്ടി വെച്ചല്ലേ. അപ്പൊ ഇപ്പൊ ആവാറായിട്ടുണ്ടല്ലേ അമ്മൂമ്മ? ഇല്ലേ, മൂക്കണം, നന്നായി മൂക്കണം അല്ലേ? അല്ലെങ്കിൽ മൂത്തില്ലെങ്കിൽ മൂത്തില്ലെങ്കിൽ ഇങ്ങനെ കടിക്കുമ്പോ ജഗ ഇങ്ങനെ അല്ലേ തളന്ന്. മൂത്ത് കഴിയുമ്പോ നല്ല കരിമുരാന്നിരിക്കും അല്ലേ? അമ്മമ്മ ഇങ്ങനെ നോക്കണോ അല്ലേ, കയ്യിലിങ്ങനെ എടുത്ത്? അപ്പോൾ ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റൂലല്ലേ, കൈ പൊള്ളും. അമ്മൂമ്മക്ക് അങ്ങനെയൊക്കെ നല്ല ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനൊക്കെയാണെങ്കിൽ ഇപ്പോൾ കൈ കൊണ്ട് തൊട്ടാൽ എനിക്ക് കൈ പൊള്ളിയേനെ. ഇപ്പോൾ ഓഫ് ചെയ്തല്ലേ, റെഡി ആയല്ലേ? അപ്പോൾ ചൂടാറട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചീഞ്ചട്ടിയിലിട്ട വറുത്ത ചെമ്മീനാണ് കേട്ടോ വീണ്ടും നമ്മൾ മുറത്തിലേക്ക് ഇട്ടേക്കണത്. ഇനി അമ്മൂമ്മ എന്താ ചെയ്യേണ്ടത്? ഇത്
പേറ്റണം അല്ലേ? എന്തിനാ പേറ്റണത്? ഈ കരിഞ്ഞതെല്ലാം പോകാം. ഇതിലെ പൊടികളെല്ലാം ഇതിൽ നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ വറക്കാനിട്ടപ്പോഴും ഇതിനകത്ത് ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നേ, ഇങ്ങനെ ഇതിൻ്റെ ചെറിയ പൊടികളൊക്കെ. അപ്പോൾ അത് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മുറത്തിലിട്ട് ഇങ്ങനെ പേറ്റുമ്പോഴത്തേനും ആ കരിഞ്ഞ പൊടികളെല്ലാം മാറി വരുന്നുണ്ടോ? അതെ, ഇപ്പോൾ ചെമ്മീൻ മാത്രമായിട്ട് വന്നിട്ടാ കണ്ട് ഇങ്ങനെയൊക്കെ പേറ്റാൻ അമ്മമ്മക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. എനിക്കൊന്നും ഒട്ടും, ഞാൻ എത്ര ട്രൈ ചെയ്താലും എനിക്ക് പേറ്റാൻ അറിയാനേ പാടില്ല. അപ്പോൾ ഇത് നോക്കി അമ്മമ്മ പേറ്റിയപ്പോൾ ചെമ്മീൻ മാത്രം, അതിനുള്ളിൽ എല്ലാ പൊടികളും പോയി. അപ്പോൾ അമ്മമ്മ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അല്ലേ അമ്മമ്മ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ എന്തൊക്കെയാണത്? വേപ്പില, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. നമുക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇടാം. നമുക്ക് എരിവ് കുറച്ച് മതി. ശരി. അപ്പൊ നിങ്ങക്ക് എത്ര എരിവ് വേണം, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. അപ്പൊ അമ്മമ്മ ഇപ്പൊ ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പൊ വേപ്പിലൊക്കെ കുറച്ച് അധികം വേണമെന്നാണ് അമ്മമ്മ പറയണത്. അപ്പൊ ഇനി നമുക്ക് ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അല്ലേ? ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മമ്മ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ വേപ്പില അതിലോട്ട് ഇടാം. വിളക്ക് നോക്കട്ടെ, വേപ്പില ഇടാൻ പോവുകയാണ്. ശരി. വേപ്പില എന്തോരം വേണമെങ്കിലും ഇടാന്ന് വേണ്ട അമ്മ പറയുന്നത്. കൂടുതലിട്ടാ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ വേപ്പില ഇട്ട് ഇനി ഇത് നന്നായിട്ട് മൊരിയണം അല്ലേ? അപ്പൊ വെളിച്ചെണ്ണയിൽ കിടന്ന് വേപ്പില നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞ് വന്നിട്ട് ഇതിൽ നമുക്ക് ഇടാം. ഇത് ഇപ്പൊ നന്നായിട്ട് മൊരിഞ്ഞല്ലേ? മൊരിഞ്ഞിട്ടില്ല. അപ്പൊ മൊരിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ തീ നന്നായിട്ട് ഇപ്പൊ അമ്മമ്മ കുറച്ചും കൂടി തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇപ്പൊ മൊരിഞ്ഞ അമ്മമ്മ പൊട്ടല് മാറണം. അത് അപ്പോഴാണ് അത് മൊരിഞ്ഞെന്ന് അറിയണത് അല്ലേ? ശരി. അപ്പൊ ഇത് കണ്ട അമ്മമ്മ പറയണത് നമ്മുടെ ഈ വേപ്പില ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേട്ടില്ലേ, അത് നിൽക്കുമ്പോഴാണ് ഇത് മൂത്തെന്ന് മനസ്സിലാവണേന്ന് അല്ലേ അമ്മമ്മ? ഇപ്പൊ ഒരു കിരീരാന്ന് കേൾക്കണ്ടല്ലോ, ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ വേപ്പില. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ അമ്മമ്മ? ഇപ്പൊ നമുക്ക് ഈ ചെമ്മീൻ ഇടാം. അപ്പൊ ഇനി നമ്മള് ചെമ്മീനിട്ട് നമുക്ക് ഇനി തീ കെടുത്താം. ചെമ്മീനിട്ട് ഉടനെ തന്നെ തീ ഓഫ് ആക്കിയേക്കണം. ശരി. അപ്പൊ മറക്കല്ലേ, നിങ്ങള് ചെമ്മീനിട്ട് ഉടനെ തീ ഓഫ് ആക്കണോന്നാണ് അമ്മമ്മ പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് ഉപ്പ് പൊടി ഇടാം. ഉപ്പ് ആവശ്യത്തിന്, എല്ലാവരുടെയും ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അമ്മമ്മക്ക് എല്ലാം കൈ കണക്കാണ് കേട്ടോ. അത് കണ്ട അമ്മമ്മ ഉപ്പ് കുറച്ച് കയ്യിലാണ് അമ്മമ്മക്ക്, അതാണ് അമ്മമ്മയുടെ ആ ഒരു കണക്ക്. അമ്മമ്മ കയ്യില് എടുത്തിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. ഇപ്പൊ കാണാൻ എന്ത് പണി. നമുക്ക് ഇത് ഇടാം, മുളക് പൊടി അല്ലേ? അപ്പൊ അടുത്തത് മുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടു. അപ്പൊ ഈ സമയത്തെല്ലാം നമ്മുടെ തീ ഓഫ് ആക്കിയിട്ടേക്കാണ് അമ്മമ്മ. അതായത് വേപ്പില നന്നായിട്ട് മൂത്ത് വന്നപ്പോ അമ്മമ്മ ചെമ്മീനിട്ട് ഉടനെ തന്നെ അമ്മമ്മ തീ ഓഫാക്കി. അതിനുശേഷമാണ് ഉപ്പ് പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടതല്ലേ? അപ്പൊ നന്നായിട്ട് ഇളക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് എത്ര നാളിങ്ങനെ നിക്കും? ഒരു മാസം കൂടുതൽ ഇരിക്കും. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മാസത്തോളം എണ്ണയില്ലല്ലോ, ഏത് രോഗക്കാർക്കും കഴിക്കാം. എണ്ണ അധികം ഒഴിക്കണില്ല. ഇനിയിപ്പോ നിങ്ങക്ക് ഒരു പൊടിക്ക് നമ്മളൊരു പേരിന് മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലും കുറവ്, ഇനി എണ്ണ ഒഴിക്കാതെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? എണ്ണ ഒഴിക്കാതെയും ചെയ്യാം. വേണമെങ്കിൽ എണ്ണ ഒഴിക്കാതെയും ചെയ്യാം കേട്ടോ. നോൺ സ്റ്റിക് പാനിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ തന്നെ ഇതിങ്ങനെ ഒരു ശകല എണ്ണ പോലും ഇതുമ്പോ ഉണ്ടാവില്ല, ഉണങ്ങിയിരിക്കും. പിന്നെ അമ്മമ്മ പറഞ്ഞത് ഒരു മാസത്തോളം ഒക്കെ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ ഒരു മാസത്തോളം ഇരിക്കുമെന്ന്. ഇതിപ്പോ കഴിച്ചു നോക്കും. അപ്പൊ നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, അമ്മൂമ്മയുടെ ഉണക്ക ചെമ്മീൻ വറുത്തത് ഞാനൊരു കുഞ്ഞു പ്ലേറ്റിൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീനും ഒരു വേപ്പിലയും കൂടി ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊതി വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. അത് വന്നപ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല ആ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ
നല്ല കുരുമുളകിൻ്റെയൊക്കെ ഇല്ലേ അമ്മമ്മ നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര സൂപ്പറായിട്ട് കുരുമുളകൊക്കെ വന്നത്. അപ്പോൾ കുരുമുളകൊക്കെ ആവശ്യത്തിന് ഇടാം അല്ലേ അമ്മമ്മ? കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവ് വേണമെങ്കിൽ. ഇപ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല ആ കരിമുര വന്നിട്ട് നല്ല ടേസ്റ്റ്. അപ്പം അമ്മമ്മ പറയണത് എന്താണെന്നറിയോ, പണ്ട് അപ്പൂപ്പൻ, അതായത് അമ്മൂമ്മയുടെ ഹസ്ബൻഡ്, എൻ്റെ അപ്പൂപ്പൻ, അപ്പം അപ്പൂപ്പനൊക്കെ അമ്മൂമ്മ വൈകിട്ട് ചായക്ക് ഈ ഉണക്കച്ചെമ്മീൻ വറുത്തതാ കൊടുക്കണേന്ന്. കപ്പ പുഴുങ്ങിയതും ഉണക്കച്ചെമ്മീൻ വറുത്തതൊക്കെ കൊടുക്കണമെന്നാണ്. പിന്നെ പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുതായിരുന്നപ്പോൾ അമ്മൂമ്മയുടെ വീട്ടില് നിൽക്കാനൊക്കെ പോകുമ്പോഴും രാത്രിയിൽ കഞ്ഞിയും ഇങ്ങനത്തെ ഈ ചെമ്മീൻ വറുത്തതൊക്കെ ആയിരിക്കും അമ്മൂമ്മയുടെ. അതുകൊണ്ട് ഞങ്ങള് ഈ പ്ലാവിൻ്റെ ഇല ഉണ്ടല്ലോ, പ്ലാവിൻ്റെ ഇല കൊണ്ടൊക്കെയാണ് അതിങ്ങനെ അമ്മൂമ്മ ഞങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അമ്മൂമ്മ വറുത്തപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പോൾ അമ്മൂമ്മ അപ്പോൾ ഇന്ന് ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞേ, അപ്പോൾ അമ്മൂമ്മ നമുക്ക് അമ്മൂമ്മയുടെ ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അമ്മൂമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മൂമ്മ ഇന്നത് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവരും കാണണം എന്ന്, അതായത് എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യണം. അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ ബൈ.